നമസ്കാരം. പ്രിയ കൗലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ഇന്ന് പ്രസവം സോഷ്യൽ മീഡിയയിലെ ഒരു മെയിൻ കോണ്ടന്റ് അല്ലേ? കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയെ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഈയിടെ അഖിൽ മാരാർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിൽ പ്രസവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. അത് വിവാദത്തിന് തിരികൊളുത്തി. ഒരുപാട് പേര് അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. നമുക്കും അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം അല്ലേ? ജനറേഷൻ മാറുന്നതനുസരിച്ച് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഉള്ള ഒരു മാറ്റം സ്വാഭാവികമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനോഭാവത്തിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പഴയകാലത്തെ പ്രസവവും ഇപ്പോഴത്തെ പ്രസവമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. എന്നാലും ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ? പണ്ട് കാലത്ത് അച്ഛനും അമ്മയ്ക്കും 10-12 മക്കളുണ്ടാവും. അതിൽ 2-3 പേര് ഒരേ സമയത്ത് ഗർഭിണികളായിരിക്കുകയും ചെയ്യും. ഇവരെയൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഈ അമ്മയ്ക്കാണ്. ഇവരുടെ മാത്രമല്ല കേട്ടോ, കൂട്ടുകുടുംബമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരുപാട് മെമ്പേഴ്സ് വീട്ടിലുണ്ടാവും. പിന്നെ പാടത്തൊക്കെ പണിയെടുക്കുന്നവർക്കുള്ള ഫുഡ്, ഇതെല്ലാം അമ്മയുടെ മാത്രം ഡ്യൂട്ടിയാണ്. അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഗർഭിണികളായ പെൺമക്കൾ കൂടെ നിന്ന് ഒരുപാട് ജോലികൾ അന്ന് ചെയ്യാറുണ്ട്. ഗർഭാവസ്ഥയെ ഒരു രോഗമായിട്ട് കണക്കാക്കാതെ ഓടി നടന്ന് കുറേയൊക്കെ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മിക്കവാറും അവരുടെ പ്രസവം നോർമൽ ഡെലിവറി ആയിട്ട് തന്നെ നടക്കും. അതൊരു പ്ലസ് പോയിൻ്റാണ് കേട്ടോ. പിന്നെ പ്രസവ സമയമാകുമ്പോഴോ ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വേണം ഹോസ്പിറ്റലിൽ എത്താൻ. അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകാണ്ട് വീട്ടിൽ തന്നെ പ്രസവിക്കുന്ന രീതി അന്നുണ്ടായിരുന്നു. ആസ്ഥാന പ്രസവം എടുപ്പുകാരിയായിട്ട് ഒരു ലേഡി ആ ഏരിയയിലുണ്ടാവും. അവരൊന്നും പ്രസവം എടുക്കും. ഈ പ്രസവങ്ങളെല്ലാം മിക്കവാറും സ്വാഭാവികമുള്ള പ്രസവങ്ങളായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയല്ല. ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷനോ കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടോ പിന്നെ വീട്ടിൽ പ്രസവം നടക്കുന്നതുകൊണ്ട് തന്നെ ഹൈജീനിക് ഇഷ്യൂ കാരണം ഇൻഫെക്ഷൻസോ ഒക്കെ വരാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് കാരണമാകാറുണ്ട്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അതൊരു വലിയ വാർത്തയൊന്നുമല്ല എന്ന്. കാരണം മീഡിയ ഇത്രത്തോളം ഡെവലപ്പായിട്ടില്ല. ഇട്ടാവട്ടത്തിലുള്ള കുറച്ച് പേര് മാത്രം ദുഃഖവാർത്ത അറിയുന്നു എന്ന് മാത്രം. അത് പ്രസവം കഴിഞ്ഞാലോ ഈ അമ്മമാർക്കൊരല്പം പോലും റെസ്റ്റ് ഉണ്ടാവില്ല. വീട്ടിലുള്ള എല്ലാവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഇപ്പോൾ പ്രസവിച്ച അമ്മയായിരിക്കും. ഇന്നത്തെ പോലെ ഗ്യാസ് സ്റ്റൗവോ ഇൻഡക്ഷൻ കുക്കറോ ഒന്നുമില്ല. പുറത്തൊക്കെ പോയി വിറകൊക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യണം. അതുപോലെ വീട്ടിൽ തുണി അലക്കുന്നവരൊക്കെ അന്ന് വളരെ കുറവാണ്. വളരെ ദൂരത്തൊക്കെ പോയി തോട്ടിലും കുളത്തിലും ഒക്കെ പോയി തുണിയൊക്കെ അലക്കി അത് ബക്കറ്റിൽ ചുമന്ന് വീട്ടിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷേ പ്രസവമൊക്കെ കഴിഞ്ഞ ഉടനെ ഇത്രയും വെയിറ്റൊന്നും എടുക്കാൻ പാടില്ല എങ്കിൽ പോലും അവരുടെ സാഹചര്യം കൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് ഭാവിയിൽ അവർക്ക് പല രോഗങ്ങളും ഉണ്ടാക്കാം. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പല രോഗങ്ങളും അവർക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് നവജാത ശിശുവിൻ്റെ മരണ റേറ്റ് വളരെ കൂടുതലായിരുന്നു. പ്രസവത്തിൽ അമ്മമാർ മരിക്കുന്നത് വളരെ കൂടുതലായിരുന്നു. പിന്നെ മിക്ക അമ്മൂമ്മമാരും പറയാറില്ലേ, ഞാൻ 13 പ്രസവിച്ചു, അതിലൊരു 4 പേര് പോയി, ബാക്കിയുള്ളവരാ ഇപ്പോൾ ഉള്ളത്. ഈ 4 പേര് എങ്ങനെയാണ് പോകുന്നതെന്നറിയോ? മിക്കവാറും പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടാതെയും പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടാതെയും പിന്നെ വീട്ടിൽ പ്രസവം എടുക്കുന്നത് കൊണ്ടുള്ള അപാകത കൊണ്ടും ഒക്കെയാണ്. എന്നാൽ കാലം ഇന്ന് ഒരുപാട് മാറിയില്ലേ? ഇന്ന് അച്ഛനും അമ്മയ്ക്കും 1-2 മക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ പ്രഗ്നൻ്റ് ആകാനുള്ള ഒരു കാത്തിരിപ്പ്, അത് കഴിഞ്ഞ് 9 മാസത്തോളം കുഞ്ഞിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയിട്ട് കാണിക്കുക, മാസം തോറും സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, ഇങ്ങനെ ഓരോ ടെസ്റ്റുകൾ. അതിലുപരി 5-ാം മാസത്തിലൊരു ചടങ്ങ്, 7-ാം മാസത്തിലൊരു ചടങ്ങ്, ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു ഈ ചടങ്ങുകൾ. പക്ഷെ വീട്ടിനകത്ത് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ള ചടങ്ങുകളായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. ബേബി ഷവർ എന്നൊക്കെ പേരൊക്കെ ഇട്ട് വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിൽ വലിയ ഫംഗ്ഷനുകളായിട്ടൊക്കെയാണ് നടത്തുന്നത്. അങ്ങനെ ഈ 9 മാസവും ആഘോഷമായിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് നല്ല രീതിയിൽ കെയർ കിട്ടുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും. പിന്നെ ചെറിയ ഒരു മൈനോറിറ്റി പെൺകുട്ടികൾ എന്തെന്നറിയോ, ഈ കിട്ടുന്ന കെയറിനെ മുതലെടുക്കാൻ ശ്രമിക്കും. ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങും. അങ്ങനെ ശരീരം അനങ്ങാണ്ട് 9 മാസം റെസ്റ്റ് എടുത്തതിൻ്റെ ഫലമായിട്ട് അവരുടെ ഡെലിവറി വളരെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത ഇന്ന് കൂടുതൽ തന്നെയാണ്. പിന്നെ പ്രസവ സമയമാകുമ്പോൾ ഈ പെൺകുട്ടി ഡോക്ടറെ അടുത്ത് എന്ന് പറയും, എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട, ഈ ഇത്ര പെയിനൊന്നും സഹിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് സിസേറിയൻ മതി. സിസേറിയൻ ആകുമ്പോൾ അനസ്തേഷ്യയൊക്കെ തന്നിട്ടാണല്ലോ ചെയ്യുന്നത്, ഞാനൊന്നും അറിയുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ
99% ഡോക്ടേഴ്സും ഇന്ന് നോർമൽ ഡെലിവറിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ 1% ഡോക്ടേഴ്സ് എങ്കിലും ഹോസ്പിറ്റലിന് വേണ്ടി സിസേറിയനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ ഈ പെൺകുട്ടിയുടെ അഭിപ്രായവും കൂടെ കേട്ട ശേഷം രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ഡോക്ടറും അത് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 9 മാസം ആഘോഷമായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂറെങ്കിലും അമ്മയോ കൂടെ ഉള്ള മുതിർന്നവരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഈ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണെന്നറിയോ, ഈ നോർമൽ ഡെലിവറിയുടെയും സിസേറിയൻ്റെയും ഒക്കെ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് നോർമൽ ഡെലിവറിയുടെ മെറിറ്റ്സും സിസേറിയൻ്റെ ഡിഫക്ട്സും ഒക്കെ. എപ്പോഴും ഒരു നാച്ചുറൽ ഡെലിവറിയാണ് ആരോഗ്യപ്രദമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ്. ഇതിൻ്റെ ഇടയിൽ ആരും നോട്ടീസ് ചെയ്യപ്പെടാത്ത ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി ഡെലിവറി വരെ എപ്പോഴും അമ്മയെക്കുറിച്ച് മാത്രമേ എല്ലാവരും സംസാരിക്കുകയുള്ളൂ. അപ്പോൾ മറന്നു പോകുന്ന ഒരാളുണ്ട് കേട്ടോ, കുഞ്ഞിൻ്റെ അച്ഛൻ. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മം കൊള്ളുമ്പോൾ അച്ഛൻ്റെ മനസ്സിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അമ്മയുടെ വയറ് വീർത്ത് വീർത്ത് വരുമ്പോൾ അച്ഛൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കൂടി വരുന്നതെന്ന് ആരും മറക്കണ്ട. അതുപോലെ ലേബർ റൂമിലേക്ക് ഈ പെൺകുട്ടിയെ കയറ്റുമ്പോൾ പുറത്ത് വയ്ക്കുന്ന അച്ഛൻ്റെ മാനസികാവസ്ഥ, പിന്നെ അമ്മയും കുഞ്ഞും സുഖമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അച്ഛൻ്റെ മനസ്സിൻ്റെ ഒരു ആശ്വാസം, ഇതൊക്കെ ആരും ശ്രദ്ധിക്കാറില്ലാന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം വീട് നിറയെ ആൾക്കാരാണ് കുഞ്ഞിനെ കാണാനും ഒക്കെ ആയിട്ട്. അപ്പോൾ വീട്ടുകാരെല്ലാം ഭയങ്കര ബിസിയാണ്. കുഞ്ഞ് ഒന്നും അറിയുന്നില്ല, രാവിലെ തൊട്ട് പാൽ കുടിക്കുന്നു, ഉറങ്ങുന്നു, അങ്ങനെ അതാണ് കുഞ്ഞിൻ്റെ ഒരു റൊട്ടീൻ. പക്ഷേ രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് ആകുമ്പോൾ എങ്ങനെയെന്നറിയില്ല, കുഞ്ഞിന് മനസ്സിലാവും എല്ലാവരും ഉറങ്ങാൻ പോവാണെന്ന്. അപ്പോൾ സൈറൻ ഇട്ട പോലെ അങ്ങ് വിളി തുടങ്ങും. പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടെ വന്ന് പാടാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും പാടുകയാണ്, പാടി ഉറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്നാലും കുഞ്ഞുറങ്ങില്ല. രാവിലെ 5 മണിയാകുമ്പം ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് ഉറങ്ങും. അപ്പോഴത്തേക്കും മറ്റുള്ളവർ അവരുടെ ജോലിയുടെ തിരക്കിലേക്ക് പോകും. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയാണ്. എല്ലാവരും സപ്പോർട്ടായിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ വലുതായിട്ട് ബാധിക്കുന്നില്ല. എന്നാലും മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയല്ല, അമ്മയും കുഞ്ഞും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാതെയും ഒക്കെ ഈ അമ്മ വല്ലാത്ത അവസ്ഥയിലോട്ട് പോകും. ഡിപ്രഷനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട്. നമുക്ക് ദിവ്യ ജോണിയുടെയൊക്കെ അനുഭവം നമ്മൾ കണ്ടതാണ്. എന്ത് പരിതാപകരം അല്ലേ. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറത്തെ കണ്ടീഷനിലൂടെയാണ് ദിവ്യ ജോണി കടന്നുപോയത്. അതുപോലത്തെ സാഹചര്യം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. വീട്ടിലെ എല്ലാവരുടെയും ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ടാണ് ഈ സമയത്ത് അമ്മയ്ക്ക് വേണ്ടത്. ആരോഗ്യവതിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ എന്നാരും മറക്കണ്ട. വീട്ടിലെ എല്ലാവരുടെ സഹകരണവും ഉണ്ടെങ്കിൽ ഗർഭാനന്തര കാലം ഒരു ആനന്ദപ്രദമാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അതുപോലെ എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഖിൽ മാരാരുടെ ആ ഇൻ്റർവ്യൂ. അതിൽ അദ്ദേഹം പറഞ്ഞത് ആനന്ദകരമായിട്ട് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രക്രിയയെ ഇന്ന് ഹോസ്പിറ്റലുകാർ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്നാണ്. ഇതിൽ ആനന്ദകരമായിട്ട് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പെയിൻ തന്നെയാണ്, അസഹനീയമായിട്ടുള്ള പെയിൻ തന്നെയാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത പെൺകുട്ടികളൊക്കെ പറയുന്നത് കേട്ടു, വാരിയെല്ലാം ഇടിഞ്ഞു നുറുങ്ങുന്ന പോലെയുള്ള ഒരു പെയിനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പെയിനാണ്, ഇതിനപ്പുറത്തൊരു പെയിൻ ഇല്ല എന്നൊക്കെ. അങ്ങനത്തെ ഒരു പിക്ചർ പെൺകുട്ടികളിൽ ഈ ചുറ്റുപാടുമുള്ളവർ കൊടുക്കുന്നതാണ്. അത്രത്തോളം ഭീകരവും ഭയാനകമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ഭീകരമാണെങ്കിൽ ഒരിക്കൽ പ്രസവിച്ച സ്ത്രീകൾ പിന്നെയും ഒരു പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരു ആസ് എ മദർ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ലേബർ പെയിൻ എന്ന് പറയുന്നത് ആനന്ദകരമായിട്ടുള്ള പെയിനാണ്. ഈ പെയിനിൻ്റെ എൻഡിൽ നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ട്. കുഞ്ഞിനെ കാണുമ്പോൾ ഇതുവരെ അനുഭവിച്ച ഒന്നും അല്ല എന്ന് തോന്നിപ്പോകുന്ന ആ നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഇത് ഒരു ഹാപ്പി പെയിനാണ് അല്ലെങ്കിൽ ഹോപ്പ്ഫുൾ പെയിനാണ് എന്ന് ഞാൻ പറയും. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ അദ്ദേഹം പറഞ്ഞല്ലോ ഹോസ്പിറ്റലുകൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്ന്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആതുര സേവനം മാത്രം ലക്ഷ്യമാക്കിയ ആയിരക്കണക്കിന് ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതിലൊരു മൈനോറിറ്റി 1% ഹോസ്പിറ്റൽസ് എങ്കിലും അവരുടെ കച്ചവട ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതായിരിക്കും. അവരുടെ ഹോസ്പിറ്റൽ സമുച്ചയത്തിൻ്റെ ഉയർച്ചയ്ക്ക് സാമ്പത്തിക അനിവാര്യം ആയതുകൊണ്ട് മിക്കവാറും ഹോസ്പിറ്റലുകൾ ഡോക്ടേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് സിസേറിയൻ ചെയ്യണമെന്ന് ചില ഹോസ്പിറ്റലുകൾ കേട്ടോ, എല്ലാം അല്ല ഞാൻ ഈ പറയുന്ന, വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ഹോസ്പിറ്റൽസ് അങ്ങനെയും ചെയ്യുന്നതായിട്ട് പല അനുഭവസ്ഥരും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ആവശ്യമില്ലാതെ ഈ പെൺകുട്ടിയുടെ വാക്ക് കേട്ടിട്ട് ഡോക്ടർ സിസേറിയൻ ചെയ്യുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ഡോക്ടർ സിസേറിയൻ ചെയ്യുന്നു എങ്കിൽ അത് തെറ്റാണ്. പിന്നെ ചില കേസുകളൊന്നും അങ്ങനെയല്ല കേട്ടോ. അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസവ സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് വരെ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും പിഴവുകൾ വരികയാണെങ്കിൽ ഉടനെ അത് സിസേറിയൻ ചെയ്യണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ സാധാരണക്കാരായ ജനങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ, നോർമൽ രീതിയിൽ പ്രസവം നടക്കുമായിരുന്നു, പക്ഷേ ഡോക്ടർ അതിനെ സിസേറിയനിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ഇതുപോലെ പലരും പറയുന്ന വാക്കുകൾ കേട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലതും പറയും. ഒരു റീച്ച്, ലൈക്ക്, ഷെയർ ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. ഇതൊന്നും കേട്ട് എന്നാ ഹോസ്പിറ്റലുകാർ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്, നമ്മുടെ വീട് പണ്ടത്തെ പോലെയൊന്നുമല്ല, നല്ല ഹൈജീനിക് ആണല്ലോ, എന്നാൽ വീട്ടിൽ പ്രസവിക്കുക എന്ന് ആരും തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കറക്റ്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുക, ഹോസ്പിറ്റലിൽ പ്രസവം നടത്തുക, ഇതൊക്കെയാണ് സേഫ്. കാരണം ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല ഒരുപാട് വളർന്നിട്ടുണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട കെയർ എല്ലാം ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യമാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കേട്ടോ. ആരോഗ്യമുള്ള കുഞ്ഞാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ. ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.